ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചർച്ചാ വിഷയം വേറൊന്നുമല്ല. ഇപ്പം നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ത്രെഡിനെ കുറിച്ചാണ്. അതെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം പുതിയതായിട്ട് അവതരിപ്പിച്ച ത്രെഡിനെ കുറിച്ചാണ്. നമ്മുടെ സ്റ്റുഡൻസും അല്ലെങ്കിൽ കുറച്ചും അറിയാമെന്നുള്ള ഫ്രണ്ട്സും എല്ലാം വിളിച്ചു ചോദിച്ചിരുന്നു, നമ്മളിപ്പോൾ ഈ ത്രെഡ് ഉപയോഗിക്കുന്നത് നമുക്കൊരു ത്രെഡ് ആവുമോ എന്ന്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബുക്കാണ് അല്ലേ. നമ്മൾ പല പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇൻഫോർമേഷൻസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നൽകിയിട്ടാണ് നമ്മൾ ഏതൊരു അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ത്രെഡും വരുന്നത്. പിന്നെ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ആണ്. അതായത് നമുക്കറിയാം, ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ കോപ്പിയാണ് എന്ന് വരെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ നമുക്കെന്തുകൊണ്ടും എന്താ പറയുക, ഇതും ഒരു യൂസ്ഡായിട്ട് മാറാൻ പോകുന്നു. അതായത് ഇതുവരെയും ആ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ത്രെഡിലുള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, ഇതിൽ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനി ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ യൂസേഴ്സ് ആണെങ്കിലോ ആ ഫെസിലിറ്റി തന്നെയാണോ ഇവിടെ നൽകുന്നു എന്നറിയാനെങ്കിലും ത്രെഡിൽ നമ്മൾ ലോഗിൻ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ത്രെഡിലേക്കുള്ള ഒരു ഇൻസ്റ്റലേഷൻ്റെ കൗണ്ട് കൂട്ടുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എന്ത് തന്നെയായിരുന്നാലും ഞാനും ത്രെഡിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരെയും ഒരു ശീലം അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ഇപ്പം നമുക്കും പറയാൻ പറ്റില്ല. എന്നാലും നമുക്കും ചെറിയ ചെറിയ ടെക്സ്റ്റുകളും മെസ്സേജും ഫോട്ടോയും ലിങ്കും എല്ലാമായിട്ട് നമുക്കും ഈ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാം. ഓക്കെ, ടിൽ ദെൻ ബൈ.